ഹലോ ഗേയ്സ്, ഐ ആം രാഹുലാജ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൺബോക്സിംഗ് ജോ. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ പബ്ജി മൊബൈൽ ലൈറ്റിൽ എങ്ങനെ ക്വിക്ക് സ്കോപ്പ് ഇനേബിൾ ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ പബ്ജി മൊബൈൽ ഒറിജിനൽ കളിച്ചിട്ട് ലൈറ്റിലോട്ട് മാറി കഴിഞ്ഞപ്പോൾ പലർക്കും ഉള്ള വിഷയമാണ് ക്വിക്ക് സ്കോപ്പ് ഇല്ല. ക്വിക്ക് സ്കോപ്പ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ എളുപ്പത്തിൽ നമ്മൾ സ്കോപ്പ് ഒന്ന് ചേഞ്ച് ചെയ്ത് കളിക്കാൻ വേണ്ടിയാണ് ക്വിക്ക് സ്കോപ്പ് ഓപ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. പബ്ജി മൊബൈൽ ഒറിജിനലിനകത്ത് നമുക്ക് ഓൾറെഡി ഇത് ഇൻബിൽഡ് ആയിട്ട് ആ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ പബ്ജി മൊബൈൽ ലൈറ്റിനകത്ത് ഇതില്ല. നമുക്കത് എങ്ങനെ പബ്ജി മൊബൈൽ ലൈറ്റിൽ കൊണ്ടുവരാം, അതിനുവേണ്ടി ചെറിയൊരു മെത്തേഡ് ഉണ്ട്. അപ്പോൾ ഈ മെത്തേഡ് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് 100% ഹാക്കോ അതുപോലെ ഇതൊരു ഹാക്ക് മെത്തേഡും അല്ല, അതുപോലെ ബാനും കിട്ടില്ല, അങ്ങനെ ഒരു രീതിയിലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പബ്ജിന്ന് വരില്ല, ബാനൊന്നും ഒരിക്കലും കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് 100% സേഫ് ആയിട്ട് തന്നെ ഇത് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ഞാൻ ഒരു മെത്തേഡാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ മെത്തേഡ് ട്രൈ ചെയ്യുക. അതിന് മുമ്പ് എൻ്റെ ചാനലായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കണോട് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിലൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മാക്സിമം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ഇതിനായിട്ട് ഒരു സിപ്പ് ഫയലിൻ്റെ ആവശ്യമുണ്ട്, അതുപോലെ തന്നെ ഒരു ആപ്ലിക്കേഷൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ സിപ്പ് ഫയൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ കയറി നിങ്ങൾക്ക് സിപ്പ് ഫയൽ ഡൗൺലോഡ് ചെയ്യുന്നതാണ്. അതിലിപ്പോൾ നമുക്ക് വേണ്ട ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ഇസഡ് ആർച്ചർ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ഇത് പ്ലേ സ്റ്റോറിൽ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇസഡ് ആർച്ചർ ഡൗൺലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഇസഡ് ആർച്ചർ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. അതിനകത്ത് നിങ്ങൾക്ക് കാണാം ക്വിക്ക് സ്കോപ്പ് എന്ന് പറഞ്ഞ് കിടക്കുന്നതാണ്. അപ്പോൾ ക്വിക്ക് സ്കോപ്പ് നമ്മൾ ലോങ് പ്രസ് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. അതിനുശേഷം എക്സ്ട്രാക്റ്റ് ഹിയർ എന്ന് പറഞ്ഞ് കൊടുക്കുക. സോ ഗൈസ്, നിങ്ങൾക്ക് എക്സ്ട്രാക്റ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് കാണാം മേളൊരു പുതിയൊരു ഫയൽ വന്നേക്കുന്നത് സേവ് ഗെയിം എന്നാണ്. ഈ ഫയലിൽ ഒരു സേവ് ഗെയിംസ് എന്ന്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ സേവ് ഗെയിംസ് എന്നുള്ള ഫയൽ ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്ത് നോക്കും. അപ്പോൾ നിങ്ങൾക്ക് കുറേ ഫയൽ കിടക്കുന്നതാണ്. അപ്പോൾ ഈ ഫയലൊന്നും റിമൂവ് ആയി പോകരുത്. അതിനുശേഷം ജസ്റ്റ് ടാപ്പ് ചെയ്യുക, കട്ട് എന്ന് പറഞ്ഞ് കൊടുക്കുക. കട്ട് കൊടുത്ത ശേഷം നമ്മൾ നേരെ ബാക്ക് അടിച്ച് ക്ലോസ് ചെയ്യരുത് ഒരിക്കലും. നേരെ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. ഡൗൺലോഡ് ഡിവൈസ് മെമ്മറി എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആൻഡ്രോയിഡിൽ പോവുക. ആൻഡ്രോയിഡിൽ പോയ ശേഷം നമ്മൾ ഡാറ്റയിൽ പോവുക. ഡാറ്റയിൽ പോയിട്ട് നമ്മുടെ ടെൻസെൻ്റ് IGNT എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട്, അത് ഓപ്പൺ ചെയ്യുക. അതിനകത്ത് ഫയൽ ഓപ്പൺ ചെയ്യുക. UE4 ഗെയിംസ് എന്ന് പറഞ്ഞ ഫയലുണ്ട്, അത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഷാഡോ ട്രാക്കർ എക്സ്ട്രാക്റ്റ് ഓപ്പൺ ചെയ്യുക. പിന്നെ ഷാഡോ ട്രാക്കർ എക്സ്ട്രാക്റ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇവിടെ ജസ്റ്റ് സേവ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അവിടെ കൊണ്ടുവന്ന് സേവ് ചെയ്യുക. അപ്പോൾ നമുക്കത് നമുക്ക് സേവ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ അപ്ലൈ കൊടുത്ത ശേഷം മാത്രമേ ഇവിടെ സേവ് ചെയ്യാവൂ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് കാണാം സേവ് ഗെയിംസ് എന്ന് പറഞ്ഞൊരു ഫയൽ കിടക്കുന്നതാണ്. എന്താണ്ട് കണ്ടോ, താഴെ കിടക്കുന്നുണ്ട്. അപ്പോൾ സേവ് ഗെയിംസ് എന്നുള്ള ഫയൽ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്, കണ്ടോ. ഇപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ച ശേഷം നമ്മുടെ പബ്ജി മൊബൈൽ ലൈറ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. പബ്ജി മൊബൈൽ ലൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ ഇതിൻ്റെ ക്വിക്ക് സ്കോപ്പ് വന്നിട്ടുണ്ടോ ഇല്ലയോ നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് ടൈം നമ്മളിപ്പോൾ ചെയ്തെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സക്സസ് ആവണമെന്നില്ല. ഇത് കറക്റ്റായി ചെയ്താൽ മാത്രമേ ഇത് സക്സസ് ആവത്തുള്ളൂ. ഇതിന് ശേഷം നമുക്ക് പബ്ജി മൊബൈൽ ലൈറ്റ് ഓപ്പൺ ചെയ്യാം. പിന്നെ ഈ ഒരു ഇത് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ബാനോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല. അപ്പോൾ നിങ്ങൾ അതിലോർത്തൊന്നും പേടിക്കേണ്ട, ബാനൊന്നും കിട്ടില്ല. ഇത് 100% സേഫായ ഒരു മെത്തേഡാണ്. അപ്പോൾ സോ ഗൈസ്, ഞാൻ ഒരു കാര്യം പറയാൻ പറ്റുപോയി. നമ്മൾ പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒന്നിൽ കൂടുതൽ വട്ടം പേസ്റ്റ് ചെയ്യരുത്. ഒരൊറ്റ വട്ടം ചെയ്യുമ്പോൾ ആ ഫയൽ മൊത്തം കറക്റ്റ് അതിൽ വന്നിട്ടുണ്ടോ നോക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ അതിനകത്ത് വർക്ക് ആവില്ല. അപ്പോൾ പിന്നെ നിങ്ങൾ ആ ഫയൽ ഡിലീറ്റ് ചെയ്തിട്ട് പിന്നെ റീപേസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് വർക്കായി വരും. ഞാനിപ്പോൾ ആദ്യം ചെയ്തപ്പോൾ വർക്കായില്ല, രണ്ടാമത് ചെയ്തപ്പോഴാണ് ഇത് വർക്കാവുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാനിവിടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുകയാണ്. സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ അത് ചെയ്ത ശേഷം വരുമെന്ന് നമുക്ക് നോക്കാം. നമുക്കിപ്പോൾ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. സെൻസിറ്റിവിറ്റി ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം നോൺ സ്കോപ്പിനകത്ത് 200, അതിൽ റെഡ് ഡോട്ടിനകത്ത് 300 കിടക്കുന്നതാണ്. അപ്പോൾ ഇതും നിങ്ങൾ ചേഞ്ച് വരുത്താൻ നോക്കരുത്. കണ്ട് ഈ റെഡ് ഡോട്ടിനകത്ത് 300 കിടക്കുന്നതും ട്യൂവേർഡ് സ്കോപ്പിനകത്ത് 300 കിടക്കുന്നതും നമ്മൾ ചേഞ്ച് വരുത്തരുത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് കൂടി കിടക്കുന്നതാണ്. സാറിന് ഈ ഒരു സെഗ്മെൻറ്റ് മാത്രം ഗൈറോസ്കോപ്പിൻ്റെ എല്ലാ സെഗ്മെൻറ്റും ഒന്ന് കൂടി കിടക്കുന്നതാണ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ നേരെ നമ്മുടെ ഗ്രാഫിക്സ് കൺട്രോളിലൊന്ന് പോവാം. അപ്പോൾ ജസ്റ്റ് കൺട്രോളിൽ പോയിട്ട് നമ്മുടെ കസ്റ്റമൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കൺട്രോൾ സെഗ്മെൻറ്റ് ഒന്ന് മാറി കിടക്കുന്നത്. അപ്പോൾ ഞാൻ മുമ്പേ എൻ്റെ കൺട്രോൾ കാര്യങ്ങളും ഒന്നും അതിൽ നിന്നും മാറിയിട്ടുണ്ട്. കാര്യം നമുക്ക് ഈ ഒരു സെറ്റിംഗ് കൺട്രോൾ ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊന്നും ചേഞ്ച് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഇവിടെ കണ്ടോ ഈ ഒരു സ്പീക്കർ
മൈക്കും ഇതും കിടക്കുന്നത്, സ്പീക്കറും കിടക്കുന്നത്. ആ ഒരു പടത്തിൽ നമ്മുടെ ഈ ഒരു ചേഞ്ച്, നമ്മളെ ബാക്കി എന്തൊക്കെ ചേഞ്ച് വരുത്തിയാലും ഇതെത്രയും നമ്മൾ ചേഞ്ച് വരുത്തിയാൽ പോലും ഈ ഒരു ഭാഗം ഇത്ര നമ്മൾ ഒരിക്കലും ചേഞ്ച് വരുത്തരുത്, ഒരിക്കലും ചേഞ്ച് വരുത്താൻ പാടില്ല. ഇത് ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ ഇത് ക്ലോസ് ആയി പോകും, നമ്മുടെ ക്വിക്ക് സ്കോപ്പ് വർക്കാവില്ല. പിന്നെ അതുപോലെ ഇവിടെയൊക്കെ നമുക്ക് ചേഞ്ച് വരുത്തിയാലും കുഴപ്പമില്ല, പക്ഷേ ഈ ഒരു ഭാഗം നിങ്ങൾ ചേഞ്ച് വരുത്തരുത്. ഇപ്പോൾ കേസ് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ എയിമിങ് അസിസ്റ്റൻ്റ് അതെല്ലാം നമ്മൾ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ റീസെറ്റ് ചെയ്യാനും പാടില്ല, റീസെറ്റ് ചെയ്യരുത്. അത് നേരെ ഇതിനെ സേവ് ചെയ്യുക. അതിനുശേഷം നമ്മളിവിടെ എക്സിറ്റ് ഓപ്ഷൻ കൊടുക്കുക. എക്സിറ്റ് ഓപ്ഷൻ കൊടുത്ത ശേഷം നമ്മൾ നേരെ ബാക്ക് പോവുക. അതിനുശേഷം ഞാൻ ജസ്റ്റ് ഒരു ഗെയിം പ്ലേയിലോട്ട് നിങ്ങൾക്ക് പോയി കാണിച്ചു തരാം. അപ്പോൾ എന്ത് ചേഞ്ചാണ് വരുത്തുന്നതെന്ന് നമുക്ക് നോക്കാം. ഗെയിം പ്ലേയിൽ കറക്റ്റ് ക്വിക്ക് സ്കോപ്പ് വന്നിട്ടുണ്ടോ നമുക്കറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ക്വിക്ക് സ്കോപ്പ് വന്നേക്കുന്നത്. ഇപ്പോൾ റെഡ് ഡോട്ട് കിടക്കുന്നു, ഞാൻ ചേഞ്ച് ചെയ്തിട്ട് കാണിക്കാൻ. കണ്ടോ, ക്വിക്ക് സ്കോപ്പ് വന്നിട്ടുണ്ട്. കണ്ടോ, ക്വിക്ക് സ്കോപ്പ് വന്നിരിക്കുന്നത്. അതുപോലെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. കണ്ടോ, 4x സ്കോപ്പ് ഇട്ടു. കണ്ടോ, 4x സ്കോപ്പ്, റെഡ് 2x, റെഡ് ഡോട്ട്. കണ്ടോ, ക്വിക്ക് സ്കോപ്പ് നമുക്ക് ഇട്ടേക്കുന്നത്. അപ്പോൾ നമുക്ക് M416 എടുക്കാം. M416 എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് സ്കോപ്പ് ഒന്ന് മാറ്റി കൊടുക്കാം. കണ്ടോ, സ്കോപ്പ് മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ കൺട്രോൾ ഞാൻ കളിക്കുന്ന രീതിയിലല്ല, ഇത് വേറൊരാളുടെ രീതിയിലുള്ള കൺട്രോളാണ്. അപ്പോൾ എനിക്ക് ഈ കൺട്രോൾ അത്ര വശമില്ലാത്തൊരു കൺട്രോളാണ്. നമ്മൾ ഒരു കൺട്രോൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പെട്ടെന്ന് കൺട്രോൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ബാലൻസ് ചെയ്ത് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ കളിക്കാൻ പറ്റില്ല. ഇപ്പോൾ ജസ്റ്റ് ഞാൻ കൺട്രോളിൻ്റെ ഒരു വിഷയം കാരണം നമുക്ക് കളിക്കാൻ പോലും പറ്റുന്നില്ല, അത്ര ഒരു പാടുണ്ട്. നമ്മുടെ പഴയ കൺട്രോൾ ആക്കണം. അപ്പം നിങ്ങൾക്ക് കൺട്രോൾ അഡ്ജസ്റ്റ് ചെയ്തിടാം, പക്ഷെ മൈക്കും ഇതൊന്നും മാറ്റിയിടരുത്. കാര്യം അത് മാറ്റിയേ കഴിഞ്ഞാൽ നിങ്ങളുടെ റെഡ് ഡോട്ടും സ്കോപ്പിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മാറും. അത് തന്നെ കണ്ടോ, എനിക്കിത് കളിക്കാൻ പറ്റാത്തത് വേറൊന്നുമല്ല. ഈ സ്കോപ്പിൻ്റെ കാര്യത്തിൽ കണ്ടോ, സ്കോപ്പ് ഇങ്ങനെ അങ്ങ് വന്നിട്ട് പോവാം. ഇപ്പം നിങ്ങൾക്ക് അവിടെ സെറ്റിങ്സിൽ കയറി കഴിഞ്ഞിട്ട് അത് എന്താണെന്ന് അങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ ചിലപ്പം നമ്മളിപ്പം മാറ്റിയിടുന്നുണ്ടായിരിക്കും. ഇപ്പം നമ്മളിവിടെ ടാപ്പ് എന്നുള്ളത് മാറ്റിയിടുവാണ്, ഇതെല്ലാം ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ടിട്ട് നമുക്ക് സ്കോപ്പ് ചെയ്ത് നോക്കാം. എന്നിട്ട് മറക്കാവുന്നില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി നോക്കാനുള്ള കാര്യങ്ങൾ മാറ്റി നോക്കണം. അപ്പോൾ നമുക്ക് അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം. കാര്യം ഇതിനകത്ത് സ്കോപ്പിൻ്റെ കാര്യങ്ങൾ വന്നിട്ടില്ല, ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ബേസിക്കലി മനസ്സിലായി കാണും, സ്കോപ്പ് ഞെക്കി പിടിച്ചോണ്ടിരുന്നാൽ മാത്രമേ നമ്മുടെ സ്കോപ്പ് വർക്ക് ആവുന്നുള്ളൂ. വേറൊരു കാര്യം വെച്ചാൽ സ്കോപ്പ് വർക്ക് ആവുന്നില്ല. ഹോൾഡ് എന്നിട്ട് നമ്മൾ ജസ്റ്റ് ടാപ്പ് മാച്ച് ഇതൊന്ന് മാറ്റുക. ഇപ്പോൾ സ്കോപ്പ് വന്നിട്ടുണ്ടായിരിക്കും, നോക്കും കണ്ടോ, എഫിഷ്യൻസി അതും ചേഞ്ച് ആയി പോവായിരുന്നു. ഗ്രനേഡ് എനിവേ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ PUBG മൊബൈൽ കളിക്കുന്നവർക്ക് ക്വിക്ക് സ്കോപ്പ് ഇല്ലായിരുന്നു. PUBG മൊബൈൽ ലൈറ്റിന് ക്വിക്ക് സ്കോപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ലായിരുന്നു. നമ്മളിപ്പോൾ എപ്പോഴും ബാഗ് ഓപ്പൺ ചെയ്തിട്ട് സ്കോപ്പ് ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആ ഒരു ഇത്രയും സെക്കൻഡ് നമ്മൾ വേസ്റ്റ് ആയി പോവാണ്. അതേസമയം നമ്മൾ PUBG മൊബൈൽ ഒറിജിനലാത്ത ഡൈസിന് നമുക്ക് ക്വിക്ക് സ്കോപ്പ് ക്ലിക്ക് ചെയ്തുകൊണ്ട് സ്കോപ്പ് ചേഞ്ച് ചെയ്ത് കൊടുത്ത് കളിക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ അത് എളുപ്പത്തിൽ നമുക്ക് അത്യാവശ്യം ടൈമൊക്കെ ഇച്ചിരി കൂടെ ലാഭം കിട്ടും. നമുക്ക് ഒരുപാട് ടൈം അതിന് വേണ്ടി സ്പെൻഡ് ആവുന്നില്ല, കുറച്ച് ടൈമേ എടുക്കുന്നുള്ളൂ. പെട്ടെന്ന് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് ജസ്റ്റ് സെക്കൻഡിനുള്ളിൽ നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നല്ലൊരു ഇതായിരുന്നു ക്വിക്ക് സ്കോപ്പ് നമുക്ക് അങ്ങനെ മാറ്റിയിടുന്നത്. അപ്പോൾ PUBG മൊബൈൽ ലൈറ്റിനകത്ത് അതില്ലായിരുന്നു. അപ്പോൾ നമ്മൾ PUBG മൊബൈൽ ലൈറ്റ് കളിക്കുന്ന ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഭയങ്കര അധികം യൂസ്ഫുൾ ആവും. അപ്പോൾ അവർക്ക് ഈ ഒരു സ്കോപ്പ് ഈ ഒരു മെത്തേഡിൽ ചെയ്ത് കഴിഞ്ഞാൽ, കറക്റ്റായി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വിക്ക് സ്കോപ്പ് ഇനേബിൾ ചെയ്യാൻ പറ്റും. അല്ല ചെയ്യുന്നത് മനസ്സിലായില്ല എങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ പാർട്ട് 2 ആയിട്ടൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതാണ്. കറക്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് കറക്റ്റ് ഒരു മെത്തേഡ് വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ മനസ്സിലായിട്ടില്ല എങ്കിൽ മാത്രം കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത ടെക്നോളജി വീഡിയോ കാണുന്നവരെ